ജപ്പാനിൽ പുറത്തിറങ്ങിയ ഒരു പ്രത്യേകതയുള്ള പ്രണയകഥയുണ്ട്. മികച്ച പ്രതികരണങ്ങളൊക്കെ ലഭിച്ചിട്ടും ആ സിനിമ കണ്ട ശേഷം ഒരുമിച്ച് കണ്ട പല ദമ്പതികളും പിരിയാൻ തീരുമാനിച്ച ഒരു കഥ. കാരണം ആ കഥ അത്രമേൽ യാഥാർത്ഥ്യമായിരുന്നു എന്നത് തന്നെയാണ്. രസകരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ടോക്കിയോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അധികം വൈകാതെ തന്നെ ബിരുദം നേടാനിരിക്കുന്ന യമാൻ എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. യമാന് ചിത്രരചന വളരെയധികം ഇഷ്ടമായിരുന്നു. കൂടാതെ അവൻ വല്ലാതെ ഏകാന്തത ആസ്വദിക്കുന്ന ഒരു പയ്യനുമാണ്. ഒരു രാത്രിയിൽ അവന്റെ ഒരു സഹപാഠി അവനെ ഒരു പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. എന്നാൽ ബഹളമയമായ അവിടം തന്റെ ഇടമല്ല എന്നവന് വ്യക്തമായി കഴിഞ്ഞിരുന്നു. പാർട്ടി അവസാനിച്ചപ്പോ വീട്ടിലേക്കുള്ള അവസാന ട്രെയിൻ പുറപ്പെടാറായി എന്ന കാര്യം അവൻ മനസ്സിലാക്കി. അവൻ സ്റ്റേഷനിലേക്ക് ഓടിച്ചെന്നു. എങ്കിലും അവൻ ആ ട്രെയിൻ മിസ് ചെയ്തു. അങ്ങനെ വിധി അതിന്റെ വഴിയിലേക്ക് അവനെ നീക്കാൻ തുടങ്ങി. അതേ സ്റ്റേഷനിൽ വെച്ച് യമാനെ ഹാച്ചിയ എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടി. അവൾക്കും മറ്റു ചിലർക്കും കൂടി യമാനെ കയറാൻ നിന്നിരുന്ന ആ അവസാന ട്രെയിൻ നഷ്ടപ്പെട്ടിരുന്നു. എന്തായാലും അവിടെ നിന്നും മാറി രാത്രി മുഴുവൻ തുറന്നിരിക്കുന്ന അടുത്തുള്ളൊരു ബാറിൽ പോയി സമയം ചെലവഴിക്കാൻ അവരെല്ലാവരും ഒന്നിച്ച് തീരുമാനിച്ചു. ഭാഗ്യമെന്ന് പറയട്ടെ, ബാറിൽ വെച്ച് യമാനെ തന്റെ പ്രിയപ്പെട്ട ആനിമെ ഡയറക്ടർ മമാരു ആഷിയെ കണ്ടു. അതിലും ആകസ്മികമായി അവിടെ വെച്ച് ഹാച്ചിയെയും ആഷിയുടെ വലിയൊരു ആരാധകയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവരുടെ സംഭാഷണം അവർ പങ്കുവച്ചിരുന്ന ഈ ഒരു ആരാധനയിലൂടെ ആരംഭിച്ച് ഉടൻ തന്നെ സ്വാഭാവികമായി മുന്നോട്ടൊഴുകി. ഒരു ഘട്ടത്തിൽ ഹാച്ചിയെ തന്നെ പോലെ സ്മൈലി ഫേസ് ഷൂസാണ് ധരിച്ചിരിക്കുന്നതെന്ന് യമാനെ ശ്രദ്ധിച്ചു. പിന്നാലെ അവർ പരസ്പരം ഔപചാരികമായി പരിചയപ്പെട്ടു. ഒരു വിചിത്രമായ വഴിത്തിരിവെന്നോണം അവർ പുറത്തെടുത്ത് തങ്ങളുടെ ദൈനംദിന ജീവിതം രേഖപ്പെടുത്തുന്ന വ്യക്തിഗത ഡയറി കുറിപ്പുകൾ വായിക്കാൻ പരസ്പരം കൈമാറുകയും താളുകൾ മറച്ചു നോക്കുകയും ചെയ്തു. അവയിലെ സമാനതകൾ കണ്ട് അവർ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായി. അവർക്കിടയിൽ എന്തുമാത്രം കാര്യങ്ങൾ പൊതുവായിട്ടുണ്ട് എന്നത് അവരെ അതിശയിപ്പിച്ചു. അവരിരുവരും ഒരേ കവികളെയാണ് ഇഷ്ടപ്പെടുന്നത്. പഴയ സിനിമാ ടിക്കറ്റുകൾ ഉപയോഗിച്ച് പുസ്തകങ്ങൾ അടയാളപ്പെടുത്തുന്നു. കൂടാതെ ഏറ്റവും അസാധാരണമായ ആർട്ട് എക്സിബിഷനുകൾ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ യാദർച്ഛികതകൾ എന്തുകൊണ്ടോ അവരെ വർഷങ്ങളായി പരിചയമുള്ളവരെ പോലെ തോന്നിപ്പിച്ചു. ആദ്യമായി കണ്ടുമുട്ടുകയാണെങ്കിലും പങ്കുവയ്ക്കാൻ കാത്തിരിക്കുന്ന ഒട്ടനവധി കഥകളുമായി അവരുടെ സംഭാഷണം അങ്ങനെ അനന്തമായി നീണ്ടു. എല്ലാ പ്രണയങ്ങളിലെയും പോലെ അവിടെയും ഒരു മഴക്കാല രംഗം കടന്നുവന്നു. യമാനെയും ഹാച്ചിയെയും മഴയത്തോടി യമാനയുടെ അപ്പാർട്ട്മെന്റിലേക്ക് തിരികെ എത്തി. അകത്ത് ഹാച്ചിയ അവന്റെ പുസ്തക ഷെൽഫ് കണ്ട് അത്ഭുതപ്പെട്ടു. കൂടാതെ യമാനെ സ്വയം വരച്ചൊരു കോമിക് പുസ്തകം പുറത്തെടുത്തു. ആ മാങ്ക കണ്ട് അവൾ അതിൽ ആകൃഷ്ടയായി. പുറത്ത് മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. മങ്ങിയ മഞ്ഞ സ്ട്രീറ്റ് ലൈറ്റുകളുടെ വെളിച്ചത്തിൽ മഴത്തുള്ളികൾ തിളങ്ങി നിൽക്കുന്നു. ലജ്ജാലുവെങ്കിലും കരുതലോടെ ഒരു ബ്ലോ ഡ്രയർ ഉപയോഗിച്ച് യമാനെ ഹാച്ചിയുടെ മുടിയുണക്കി കൊടുത്തുകൊണ്ടിരുന്നു. ഈ സമയം അവൾ അവന്റെ ഡ്രോയിങ്ങുകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അവന്റെ സൗമ്യമായ ആ പ്രവൃത്തികൾ അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. പെട്ടെന്ന് അവളുടെ ഉള്ളിൽ ഒരു പ്രണയം വിരിയുന്നതായി അവൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ യമാന ഹാച്ചിയെ ഒരു ബസ്സിൽ കയറ്റി യാത്രയാക്കി. കൂടാതെ മ്യൂസിയത്തിലെ ഒരു മമ്മി എക്സിബിഷൻ ഒരുമിച്ച് സന്ദർശിക്കാമെന്ന് അവർ പരസ്പരം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തന്റെ മുറിയിൽ തിരിച്ചെത്തിയ ഹാച്ചിയ കഴിഞ്ഞ രാത്രിയിലെ ആ മാന്ത്രിക അനുഭൂതി കുറച്ചുകൂടി നീണ്ടുനിന്നിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിച്ചു. തന്റെ കട്ടിലിൽ കിടന്നു. മനസ്സിലാക്കപ്പെടുക, പരിഗണിക്കപ്പെടുക, അതായിരുന്നു അവൾ കൊതിച്ചിരുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, നിങ്ങളുമായി 100% പൊരുത്തപ്പെടുന്ന ഒരേ താല്പര്യങ്ങളും ഒരേ മൂല്യങ്ങളും ഒരേ ചെറിയ ശീലങ്ങളുമുള്ള ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ നിങ്ങൾ എന്തു ചെയ്യും? അയാളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കില്ലേ? അതുതന്നെയാണ് ഹാച്ചിയെയും ആഗ്രഹിച്ചത്. വൈകാതെ അവർ മമ്മി എക്സിബിഷനായി വീണ്ടും കണ്ടുമുട്ടി. അതിനുശേഷം അവരൊരു കഫേയിലിരുന്ന് പാനീയങ്ങൾ നുകർന്ന് രാത്രി വൈകും വരെ സംസാരിച്ചു. അവർക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഒരിക്കലും തീരില്ല എന്നവർക്ക് തോന്നി. അവരുടെ കൂടിക്കാഴ്ചകൾ പിന്നീട് അങ്ങോട്ടേക്ക് വളരെ വളരെ പെട്ടെന്നായി മാറി. പൊതുവെ പറയപ്പെടാറുണ്ട്, ഒരുപാട് പൊരുത്തമുള്ള രണ്ടാളുകൾ തങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങൾ തുറന്നു പറയാതെ 3 തവണ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ പോലും അവരൊടുവിൽ സുഹൃത്തുക്കളായി മാറുമെന്ന്. അവരാകട്ടെ സുഹൃത്തുക്കൾക്കപ്പുറം ഏതൊക്കെയോ തലങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. തന്റെ ഫോണിലെ യമാനയുടെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് അടുത്ത തവണ കാണുമ്പോ തന്റെ വികാരങ്ങൾ തുറന്നു പറയണം എന്ന് ഹാച്ചിയ തീരുമാനിച്ചു. മറുഭാഗത്ത് യമാനയും അതുതന്നെയാണ് ചെയ്തിരുന്നത്. ഹാച്ചിയുടെ ചിത്രത്തിലേക്ക് നോക്കി തനിക്ക് അവളോടുള്ള പ്രണയം പറയാൻ അവൻ തീരുമാനിച്ചു. ഒരാളെ ഇഷ്ടപ്പെടുന്നത് സാധാരണമാണ്. എന്നാൽ പരസ്പരമുള്ള പ്രണയം അത് പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു സമ്മാനമാണല്ലോ. അത് പറയാൻ ഉള്ളിൽ മടി തോന്നിയേക്കാം. അവരിരുവരും
പരിഭ്രാന്തരെങ്കിലും ദൃഢനിശ്ചയത്തോടെ അടുത്ത തവണ കാണുമ്പോൾ തങ്ങളുടെ വികാരങ്ങൾ പരസ്പരം അറിയിക്കാൻ തയ്യാറായി. അവസാന ട്രെയിൻ വരുന്നതിനു മുമ്പ് പ്രണയം തുറന്നു പറയാൻ ആഗ്രഹിച്ച് അവരോരോ മിനിറ്റും എണ്ണി നിന്നു. എന്നാൽ പരമാവധി ശ്രമിച്ചിട്ടും നാണം കുടുങ്ങികളായ ആ ഇരുവർക്കും അതിനുള്ള ശരിയായ നിമിഷം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ ഒടുവിൽ പോയിരുന്ന റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വെയിറ്റർ അവരുടെ ടേബിളിലേക്ക് മാറി ഒരു ചോക്ലേറ്റ് സൺഡേ കൊണ്ടുവച്ചു. പിന്നീട് ക്ഷമാപണം നടത്തി വെയിറ്റർ അതെടുക്കാൻ പോയപ്പോ അത് കൊണ്ടുപോകണ്ട, ഇവിടെ വെച്ചേക്കൂ എന്ന് യമാനെ പറഞ്ഞു. പിന്നാലെ തങ്ങൾക്കിടയിലെ പ്രണയത്തിന്റെ പ്രതീകമായി അവൻ ആ ചോക്ലേറ്റ് മുന്നോട്ട് നീക്കി. ആ നിമിഷം ഇരുവരും സ്വാഭാവികമായി തങ്ങളുടെ ഫോണുകളിലേക്ക് കൈനീട്ടുകയും ചെയ്തു. ഫോണിലവർ തങ്ങളുടെ എതിരെയുള്ള വ്യക്തിയുടെ ഫോട്ടോ ആ ഡെസേർട്ടിനൊപ്പം പകർത്താൻ ശ്രമിച്ചു. ആ സമയം ഇരുവരും തങ്ങളുടെ പ്രണയം തുറന്നു പറയുകയും ചെയ്തു. അവരങ്ങനെ പ്രണയത്തിലേക്ക് ഔദ്യോഗികമായി കാലെടുത്തു വെക്കുകയായിരുന്നു. സൗഹൃദത്തിന്റെ അതിർവരമ്പുകൾ കടന്ന് അതിനപ്പുറം മറ്റൊന്നിലേക്കെത്തിയ ആളുകളുടെ കാര്യത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ അവരുടെ ബന്ധത്തിന്റെ തുടക്കവും മധുരമുള്ളതും ഏറെ രസകരവുമായിരുന്നു. ഒരു ക്രോസ് വോക്കിൽ വെച്ച് അവർ പരസ്പരം യാത്ര പറഞ്ഞു. അതൊരു ട്രാഫിക് സിഗ്നൽ ആയിരുന്നു. യമാനെ മടങ്ങാൻ തുടങ്ങിയപ്പോ റെഡ് ലൈറ്റ് തെളിഞ്ഞു. യമാനെ അവിടെ നിന്നു. ഹാച്ചിയ അവനരികിലേക്ക് നടന്നെടുത്തു. നിശബ്ദമായി അവന്റെ കൈകൾ കവർന്നു പിടിച്ചു. അത് അവർക്കിടയിൽ ആദ്യത്തെ വല്ലാത്തൊരു അനുഭൂതി സൃഷ്ടിച്ചിരുന്നു. വൈകാതെ അതൊരു ചുംബനത്തിലേക്ക് നീങ്ങി. അത്രമേൽ മധുരമുള്ളതായ ഒരു ആദ്യ ചുംബനം. അടുത്തയാഴ്ചയിൽ യമാനയും ഹാച്ചിയയും ഒരുമിച്ച് ഒരു ആർട്ട് മ്യൂസിയം സന്ദർശിച്ചു. ഫ്രൈഡ് ഓയിസ്റ്റേഴ്സ് കഴിച്ചു. കൂടാതെ ഒരു സുഹൃത്തിനെ കൊണ്ട് തങ്ങളുടെ ചിത്രങ്ങൾ വരപ്പിക്കുകയും ചെയ്തു. അങ്ങനിരിക്കെ കാറ്റുള്ള ഒരു സായാഹ്നത്തിൽ 3 ദിവസം നീണ്ടുനിന്ന ആഴമേറിയൊരു സംഭാഷണത്തിന്റെ തുടക്കമായിരുന്നു വന്ന്. അവിടെ അവർ പരസ്പരം തങ്ങളുടെ ഉള്ളിലുള്ളത് മുഴുവൻ തുറന്നു സംസാരിച്ചു. ആ ബന്ധത്തിനായി തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അവർക്ക് പരസ്പരം പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത വിധം അവർ അടുത്തിരിക്കുന്നു. ആദ്യ കാഴ്ചയിലെ പ്രണയം നിലനിൽക്കാനുള്ള സാധ്യത കുറവാണെന്ന് ഹാച്ചിയക്ക് അറിയാമായിരുന്നിട്ടും അവരുടെ പ്രണയം നിലനിൽക്കും എന്നവൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചു. യമാനെ ഹാച്ചിയയെ തന്റെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി. അതിലൊരു ദമ്പതികൾ അവനിലാഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയിരുന്നു. അവരവരുടെ ശരീരത്തിൽ ഒരേപോലെയുള്ള ടാറ്റുകൾ പതിപ്പിച്ചിരുന്നു. ഒരേപോലെയുള്ള ടാറ്റുകൾ ചെയ്യുന്നത് വേർപിരിയൽ ഒരിക്കലും ഒരു ഓപ്ഷനല്ലാത്ത തരത്തിലുള്ള പ്രതിബദ്ധത അവർക്കിടയിൽ വളർത്തുന്ന ഒന്നായിരിക്കും എന്ന് ഹാച്ചി അഭിപ്രായപ്പെട്ടു. ജീവിതം അത്രമേൽ മനോഹരമായി അവർക്ക് അനുഭവപ്പെട്ടിരുന്ന സമയം. ട്രെയിനിൽ അവർ സഞ്ചരിക്കുമ്പോഴും പുഞ്ചിരികൾ കൈമാറുമ്പോഴും അവർക്കിടയിലെ അന്തരീക്ഷം എത്രത്തോളം മികവുറ്റതായിരുന്നോ അത്രത്തോളം വേഗത്തിൽ സമയം കടന്നുപോവുകയും ചെയ്തു. വൈകാതെ അവർ ഒരു ദമ്പതികളെന്ന നിലയിലുള്ള തങ്ങളുടെ ആദ്യത്തെ വേനൽക്കാലത്തിലേക്ക് എത്തി. രണ്ടുപേരും സർവകലാശാലയിൽ നിന്നും ബിരുദം നേടാറായിരിക്കുന്നു. മാതാപിതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഹാച്ചിയ ഉറക്കമില്ലാത്ത രാത്രികൾ ജോലി അന്വേഷിക്കാനായി ചിലവഴിച്ചു. അതിനിടയിൽ യമാനെ തന്റെ കലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള പദ്ധതികളോടെ തന്റെ മാങ്ക കഴിവുകൾ മെച്ചപ്പെടുത്തി. എന്നാൽ കഠിനമായ തൊഴിൽ അഭിമുഖങ്ങളും നിരന്തരമായ സമ്മർദ്ദവും ഹാച്ചിയെ തളർത്തുന്നുണ്ടായിരുന്നു. ഇതവളിൽ ആഴത്തിലുള്ള ആത്മവിശ്വാസക്കുറവിന് കാരണമായി. ഒരിക്കൽ ഒരു ഇന്റർവ്യൂ പരാജയപ്പെട്ട് തിരികെ വരാൻ മടിച്ച് തളർന്നവൾ നിന്നപ്പോ യമാനെ അവളെ തേടിച്ചെന്നു. അവന്റെ കൈകളിൽ കിടന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. അവളെ അങ്ങനെ കണ്ടതിൽ ഹൃദയം തകർന്ന യമാനെ ഉടൻ തന്നെ ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നും അവൾക്കിഷ്ടമില്ലാത്ത ഒന്നും ചെയ്യേണ്ടതില്ലെന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. എന്നാൽ ഹാച്ചിയയുടെ മാതാപിതാക്കൾ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അവർ വീട്ടിൽ വെച്ച് അവളെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ബിരുദദാനത്തിനു ശേഷം ജോലി കണ്ടെത്താത്തത് പ്രായോഗികമായി സാമൂഹിക വിരുദ്ധതയാണെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അതെല്ലാം അവളിൽ നിന്ന് കേട്ടതും യമാനെ പെട്ടെന്നൊരു തീരുമാനമെടുത്തു. അവർ അവിടെ നിന്ന് പുഴയോരത്ത് കുറച്ചുകൂടി വലിയൊരു വീട് ഒരുമിച്ച് വാടകയ്ക്കെടുത്തു. മനസ്സ് ശാന്തമാക്കാൻ പറ്റുന്ന ഒരിടം അടുത്തുള്ള സ്റ്റേഷനിൽ നിന്ന് 30 മിനിറ്റ് ദൂരം അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. എന്നിട്ടും ദിവസവും പരസ്പരം അരികിലുണരുക എന്ന അവരുടെ ആ ചിന്ത ആ ദൂരത്തെ ഒന്നുമല്ലാതാക്കി മാറ്റി. രണ്ടിടത്തായി താമസിക്കാൻ അവർ തീർത്തും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ ബാൽക്കണിയിൽ തടികൊണ്ടുള്ള തറകൾ ഒരുക്കി. കിടപ്പുമുറിയിൽ വാംലൈറ്റുകൾ സ്ഥാപിച്ചു. തങ്ങളുടെ പുതിയ ഒരുമിച്ചുള്ള ജീവിതത്തിനായി ആ സ്ഥലം മനോഹരവും അനുയോജ്യവുമായി അവർ മാറ്റിത്തീർത്തു. പ്രായമായ ഒരു ദമ്പതികൾ നടത്തുന്ന ചെറിയൊരു ബേക്കറി പോലും അവർ ആ താമസ സ്ഥലത്തിനരികിൽ കണ്ടെത്തി. പിന്നീടത് അവരുടെ പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നായി മാറി.
അധികം താമസിയാതെ യമാനെ വീട്ടിലിരുന്നൊരു വെബ്സൈറ്റിൽ ചിത്രങ്ങൾ വരച്ചു കൊടുക്കാൻ തുടങ്ങി. ഒരു ചിത്രത്തിന് 1000 yen എന്ന മാന്യമായ വരുമാനം അവന് കിട്ടുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഹാച്ചിയ ഒരു ഐസ്ക്രീം പാർലറിൽ പാർട്ട് ടൈം ജോലി കണ്ടെത്തി. എല്ലാ വൈകുന്നേരവും യമാനെ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ നേരത്തെ തന്നെ സ്റ്റേഷനിലെത്തും. 30 മിനിറ്റ് നീളുന്ന വീട്ടിലേക്കുള്ള അവരുടെ ആ നടത്തം അവർ ഒരുമിച്ച് ചെലവഴിച്ച് ഏറ്റവും മനോഹര നിമിഷങ്ങൾ തീർത്തു. അങ്ങനെ പുതുവത്സര രാവെത്തി. അവർ സമ്മാനങ്ങൾ കൈമാറി. ഒഴിവു സമയങ്ങളിൽ അവർ കട്ടിലിൽ കെട്ടിപ്പിടിച്ചിരുന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട മാങ്ക വായിക്കും. അതിൽ സങ്കടമുള്ള ഒരു ഭാഗത്തെത്തുമ്പോ അവരൊരുമിച്ച് കണ്ണീർ പൊഴിക്കും. മനോഹരമായ നാളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ പുതുവത്സര ദിനങ്ങളിൽ ഹാച്ചിയ തന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോയില്ല. പകരം അവൾ യമാനയോടൊപ്പം താമസിച്ചു. അവർ തങ്ങളുടെ ചെറിയ അപ്പാർട്ട്മെന്റ് വൃത്തിയാക്കി സോബ നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു. പ്രാർത്ഥിക്കാനായി അടുത്തുള്ള ഒരു പ്രാർത്ഥനാലയത്തിൽ പോയി. കൂടാതെ ഒരു തെരുവ് പൂച്ചയെ അവർ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. അവരുടെ ജീവിതം ലളിതമായിരുന്നുവെങ്കിലും സന്തോഷമായിരിക്കാൻ തങ്ങളൊന്നിച്ച് താമസിച്ചാൽ മാത്രം മതി എന്നവർക്കിരുവർക്കും തോന്നിയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അടുത്ത വേനൽക്കാലം വീണ്ടും അവരിലേക്ക് എത്തിച്ചേർന്നു. യമാനയുടെ ചിത്രം വരച്ചു കൊടുക്കുന്ന ജോലിയിൽ പെട്ടെന്നായിരുന്നു പ്രതിഫലം കുറഞ്ഞത്. എന്നാൽ അതിനെക്കുറിച്ച് ആകുലപ്പെടാൻ അവന് സമയം കിട്ടിയില്ല. കാരണം ഹാച്ചിയയുടെ മാതാപിതാക്കൾ അവരുടെ അപ്പാർട്ട്മെന്റ് സന്ദർശിക്കാനെത്താൻ തീരുമാനിച്ചിരുന്നു. അത്താഴത്തിനിടയിൽ ഹാച്ചിയയുടെ അമ്മ പറഞ്ഞു, നീ ഒരു വലിയ കമ്പനിയിൽ ജോലിയൊന്നും ചെയ്യണമെന്നില്ല, പക്ഷേ മാന്യമായ ഒരു ജോലി സമ്പാദിക്കണം. ജീവിതമെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യമാനയുടെ പിതാവും ഗ്രാമത്തിൽ നിന്ന് സന്ദർശനത്തിനെത്തി. നഗരത്തിൽ താമസിക്കുന്നത് സമയനഷ്ടമാണെന്നും നാട്ടിലേക്ക് മടങ്ങാനും അച്ഛൻ യമാനയോട് പറഞ്ഞു. യമാനെ തന്റെ മാങ്കകൾ അച്ഛനെ കാണിച്ചു. തനിക്ക് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോവാനാണ് ആഗ്രഹം എന്ന കാര്യം അവൻ ദൃഢമായി പറഞ്ഞു. മകന്റെ ശാഠ്യം കണ്ട് യമാനയെ നാട്ടിലേക്ക് മടങ്ങാൻ നിർബന്ധിതനാക്കുക എന്ന ലക്ഷ്യത്തിൽ അവന്റെ പിതാവ് അവന് നൽകിയിരുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കാൻ തീരുമാനിച്ചു. ചിത്രം വര ജോലി കുറഞ്ഞതും പിതാവിന്റെ സാമ്പത്തിക പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്തതോടെ അവരുടെ സാഹചര്യം കൂടുതൽ ദയനീയമായി മാറി. മറ്റൊരു മാർഗവുമില്ലാതെ യമാന തന്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടന്ന് ഒരു ജോലി അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഈ വാർത്ത കേട്ടപ്പോ ഹാച്ചി ഞെട്ടിപ്പോയി. തന്റെ മാതാപിതാക്കൾ യമാനയെ സമ്മർദ്ദത്തിലാക്കിയത് കൊണ്ടാണ് അവനിപ്പോൾ ഇത് ചെയ്യുന്നത് എന്നായിരുന്നു അവൾ കരുതിയത്. അതുകൊണ്ട് അവൾക്ക് വലിയ കുറ്റബോധമുണ്ടായിരുന്നു. താനിത് ചെയ്യുന്നത് അവളുടെ മാതാപിതാക്കൾ കാരണമല്ലെന്ന് യമാനെ വേഗത്തിൽ അവളോട് ഉറപ്പു പറഞ്ഞു. താനത് ചെയ്യേണ്ടതാണെന്ന് തോന്നിയതുകൊണ്ടാണ് താനിപ്പോൾ അത് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുമായിരുന്നു അവൻ വ്യക്തമാക്കിയത്. യമാനെ തന്റെ നീണ്ട മുടി കട്ട് ചെയ്തു. ഒരു സ്യൂട്ട് ധരിച്ച് തന്റെ പുതിയ ലക്ഷ്യത്തിലേക്ക് യാത്രയായി. അതിനിടയിൽ ഹാച്ചിയ ജോലി ചെയ്തിരുന്ന ഐസ്ക്രീം പാർലർ പൂട്ടി. അവൾ അക്കൗണ്ടിംഗ് സർട്ടിഫിക്കേഷനായി വീട്ടിലിരുന്ന് കഠിനമായി പഠിക്കാൻ ആരംഭിച്ചു. ആ വേനൽക്കാലം അവർ രണ്ടുപേർക്കും ശാന്തമായ മാറ്റങ്ങളുടെ കൂടി ഒരു കാലഘട്ടമായിരുന്നു. ഹാച്ചിയ പിന്നീട് പരീക്ഷാ തയ്യാറെടുപ്പുകളിൽ മുഴുകിയിരുന്നപ്പോ യമാനെ ശ്രദ്ധയോടെ ജോബ് ഇന്റർവ്യൂസിനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. രാത്രി വൈകി ഒന്നിച്ചിരിക്കുമ്പോൾ അവർ നെടുവേർപ്പിട്ട് പറയുമായിരുന്നു, ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കുക എന്നത് എത്ര ബുദ്ധിമുട്ടാണ്. ഒടുവിൽ അവരുടെ ശ്രമങ്ങൾ ഫലം കണ്ടു. ഹാച്ചിയ തന്റെ സർട്ടിഫിക്കേഷൻ പാസ്സായി. വർഷാവസാനത്തോടെ ഒരു പ്രാദേശിക കമ്പനിയിൽ അവർ ജോലി നേടി. വസന്തകാലത്തിന്റെ തുടക്കത്തിൽ യമാനെ ഒരു സെയിൽസ് തസ്തികയിലേക്കും എത്തിച്ചേർന്നു. ഒടുവിൽ അതവർക്കിരുവർക്കും ആശ്വസിക്കാനുള്ള ഒരു വക നൽകി. അവർ ബാൽക്കണിയിൽ ഒരുമിച്ച് ചാരി നിന്ന് തങ്ങളുടെ ഹൃദയം തുറന്നു സംസാരിച്ചു. യമാനെ ഹാച്ചിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാം കണ്ടുമുട്ടിയതിനു ശേഷമുള്ള ഈ 2 വർഷത്തിനിടയിൽ ഓരോ ദിവസവും എത്രത്തോളം സന്തോഷം നിറഞ്ഞതായിരുന്നു. ഇത് എന്നേക്കും തുടരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ നിമിഷം അവർ ഭാവിയെക്കുറിച്ച് ഒട്ടനവധി പ്രതീക്ഷകളുള്ളവരായി മാറിയിരുന്നു. ജീവിതത്തിന്റെ കാഠിന്യത്തിന് ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങളെ എത്ര എളുപ്പത്തിൽ ചവിട്ടിമെതിക്കാൻ കഴിയുമെന്ന് അവർ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. ഏറെ തിരക്കുള്ള സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ യമാനെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ദീർഘനേരം ജോലി തുടർന്നപ്പോ വീട്ടിൽ ചിലവഴിക്കാൻ അവന്റെ സമയമില്ലാതായി. അവനും ഹാച്ചിയെയും ഒരുമിച്ച് തയ്യാറാക്കിയ പല പദ്ധതികളും തടസ്സപ്പെട്ടു. അവളോടൊപ്പമുള്ള അവന്റെ സമയം കുറഞ്ഞു. അവരുടെ പങ്കുവയ്ക്കപ്പെട്ട നിമിഷങ്ങൾ അപൂർവമായി മാറി. ഒരു ദിവസം ഹാച്ചിയ സുഹൃത്തുക്കളോടൊപ്പമുള്ള ഒരു ഡിന്നർ പാർട്ടിക്ക് തനിച്ചുപോയി. അവിടെ വെച്ചാണ് ഒരേപോലെയുള്ള ടാറ്റു ചെയ്ത ദമ്പതികൾ വേർപിരിഞ്ഞ വിവരം അവൾ അറിയുന്നത്. ദമ്പതികളിലെ ആൺപയ്യൻ ജോലിയിലെ പ്രതിസന്ധികൾ വന്നപ്പോ അക്രമാസക്തമായ പ്രവണതകൾ കാണിച്ചു. അതോടെ ആ ബന്ധം അവസാനിക്കുകയായിരുന്നു. ഹാച്ചിയെ ഞെട്ടിപ്പോയി. അവർ ഒരു കാലത്ത് അത്രയധികം പ്രണയിച്ചിരുന്നവരാണ്. അവർ വേർപിരിഞ്ഞിരിക്കുന്നു. ഹാച്ചിയക്ക് തെല്ലൊന്ന് ഭയം തോന്നാതിരുന്നില്ല. മറുവശത്ത് യമാനയുടെ കഠിനാധ്വാനം ശ്രദ്ധിക്കപ്പെടാതെ പോയില്ല. കമ്പനി അവനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവാൻ തുടങ്ങി. അതവനെ കൂടുതൽ തിരക്കുള്ളവനാക്കി മാറ്റി. അവൻ ഹാച്ചിയോടൊപ്പം ചെലവഴിക്കുന്ന സമയം വീണ്ടും ചുരുങ്ങി വന്നു. ഹാച്ചിയ മൂലയിൽ പൊടിപിടിച്ചു കിടക്കുന്ന സ്കെച്ച് ബുക്കിലേക്കും നോക്കി തന്റെ ചിന്തകളിൽ മുഴുകി.
അതൊരു കാലത്ത് യമാനയുടെ സ്വപ്നത്തിന്റെ ഭാഗമായിരുന്നു. അവനിപ്പോൾ എത്രമാത്രം മാറിപ്പോയിരിക്കുന്നു അതോർത്ത് അവൾ ഭയപ്പെടാൻ ആരംഭിച്ചു. ആ വീക്കെൻഡിൽ ഒരുമിച്ചൊരു നാടകം കാണാൻ പോകാൻ ഹാച്ചി ആഗ്രഹിച്ചു. അതിനെപ്പറ്റി അവൾ അവനോട് പറഞ്ഞു. പക്ഷേ യമാനയുടെ ബിസിനസ് യാത്ര ആ പദ്ധതിയുമായി ഒത്തുപോകുന്നുണ്ടായിരുന്നില്ല. അതോടെ അത് ഡ്രോപ്പ് ചെയ്യപ്പെട്ടു. തുടർച്ചയായ ഇത്തരം നിരസിക്കലുകൾ ഹാച്ചിയെ വേദനിപ്പിച്ചു. ജോലി മാത്രമാണോ ഇപ്പോൾ യമാനയുടെ ജീവിതമെന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങി. 3 വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതത്തിനു ശേഷം ജോലിക്കാര്യങ്ങളെ ചൊല്ലി അവർ തങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ വഴക്കുണ്ടാക്കി. യമാന തന്റെ യാത്രയ്ക്ക് പോകുന്നതിനു മുമ്പ് ഹാച്ചിയ അവർ ഒരു കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്ന അവന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന്റെ ഒരു പുസ്തകം അവന് നൽകി. ദൃശ്യം ആ സമയം അവിടെ വാതിലിനരികിലുണ്ടായിരുന്ന ഷൂസിലേക്ക് നീങ്ങി. ഒരു കാലത്ത് അവർ ധരിച്ചിരുന്ന ഒരേപോലെയുള്ള സ്മൈലി സ്നീക്കേഴ്സിനപ്പുറം ഇപ്പോൾ വ്യത്യസ്തമായ ലെതർ ഷൂസുകൾ അവിടം കവർന്നിരിക്കുന്നു. അതൊരുപാട് കാര്യങ്ങളും വിളിച്ചോതുന്നുണ്ടായിരുന്നു. ആ വാരാന്ത്യത്തിൽ ഹാച്ചിയ തനിച്ച് നാടകം കാണാൻ പോയി. അവൾ നൽകിയ പുസ്തകമാകട്ടെ യമാനയുടെ കാറിന്റെ ഡിക്കിയിലേക്ക് അശ്രദ്ധമായി എറിയപ്പെട്ടു. ഒരു കാലത്ത് അവർ ഒരുമിച്ച് നടന്ന പാത ഇപ്പോൾ രണ്ടായി പിരിയുന്ന പോലെ അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കൂടാതെ യമാന ഹാച്ചിയെ പിന്നിലാക്കി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ താല്പര്യങ്ങൾ ഒരുപാട് മാറിപ്പോയി. ഒരു കാലത്ത് അവൻ ഇഷ്ടപ്പെട്ടിരുന്ന സിനിമകളും പുസ്തകങ്ങളും ഇപ്പോൾ അവന് വലിയ താല്പര്യമില്ല. ഇപ്പോൾ ദ ഫോർമുല ഫോർ സക്സസ് പോലെയുള്ള സ്വയം സഹായ പുസ്തകങ്ങളിലാണ് അവൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അവർക്കിടയിലെ അകലം കൂടുതൽ വർദ്ധിച്ചു വന്നു. അവർ സംസാരിക്കുന്നത് കുറഞ്ഞു വന്നു. വെറും 2 വർഷം മുമ്പ് എല്ലാവരും അത്രമേൽ ആത്മസഖികളാണ് എന്ന നിലയിൽ അസൂയയോടെ നോക്കി നിന്നിരുന്ന ആ ദമ്പതികൾ ചെറിയ ദൈനംദിന കാര്യങ്ങളുടെ പേരിൽ പരസ്പരം തർക്കിക്കാനും അവരുടെ ബന്ധത്തെ തകർക്കാനും ആരംഭിച്ചു. ഇതിനിടയിൽ പ്രായമായ ദമ്പതികൾ നടത്തിയിരുന്ന ആ പഴയ ബേക്കറി ഉണ്ടല്ലോ, അവരുടെ ഓർമ്മകളിൽ അത്രയേറെ സവിശേഷമായി ഇടം പിടിച്ചിരുന്ന അവിടം അതെന്നേക്കുമായി ക്ലോസ് ചെയ്യപ്പെട്ടിരുന്നു. ഹാച്ചി അത് കണ്ടപ്പോ യമാനയോട് അത് പറഞ്ഞു. പക്ഷേ മെസ്സേജിലൂടെ നിസ്സാരമായ പ്രതികരണമായിരുന്നു അവൻ നടത്തിയത്. അതവളുടെ നിരാശയെ കൂടുതൽ ആഴത്തിലാക്കി. അവൻ അവരുടെ ജീവിതത്തിന്റെ അർത്ഥങ്ങളിൽ നിന്ന് പൂർണ്ണമായി തെന്നി നീങ്ങുന്നതായി അവൾ ചിന്തിച്ചു. അവൾക്ക് ശരിക്കും പറയാൻ ആഗ്രഹമുണ്ടായിരുന്നത് അത്രയും ജീവിതം നൽകുന്ന മനോഹരമായ ഓർമ്മകളെയും ഭംഗിയെയും ജോലി തിരക്കുകൊണ്ട് മറക്കാൻ അനുവദിക്കരുത് എന്നായിരുന്നു. എന്നാൽ അപ്പോഴേക്കും യമാന തന്റെ ജോലിയിൽ അത്രയധികം മുഴുകിയിരുന്നതിനാൽ അതൊന്നും അവന്റെ ശ്രദ്ധയിലേ പെട്ടില്ല. അവൻ വീട്ടിൽ വരുന്നത് തന്നെ അപൂർവമായി മാറി. ജോലിയിൽ അത്രത്തോളം മുഴുകി. ഒരു കാലത്ത് താൻ കാത്തു സൂക്ഷിച്ച സ്വപ്നങ്ങൾ അവൻ മറന്നുപോയോ? ഒരു സുഹൃത്തിന്റെ ശുപാർശയിലൂടെ ഹാച്ചിയ തന്റെ നിലവിലെ ജോലി ഉപേക്ഷിക്കുകയും മാംഗ തീമിലുള്ള ഒരു എസ്കേപ്പ് റൂം നടത്തുന്ന പ്ലാനിംഗ് കമ്പനിയിൽ ചേരുകയും ചെയ്തു. ശമ്പളം കുറവാണെങ്കിൽ കൂടിയും ഒടുവിൽ അവൾക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാര്യം ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞു. ഒടുവിൽ അവൾ അത് യമാനയോടും പറഞ്ഞു. പക്ഷേ യമാന ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. അതൊന്നും യഥാർത്ഥ ജോലിയല്ലെന്നും യഥാർത്ഥ ജോലിയെന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്തമുള്ളതാണെന്നും അവൻ വാശി പിടിച്ചു പറഞ്ഞു. ജോലിയിലെ സമ്മർദ്ദം കാരണം യമാനെ തീർത്തും വികാരരഹിതനായ മനുഷ്യനായി മാറുകയാണ് എന്ന് ഹാച്ചിയെ കുറ്റപ്പെടുത്തി. അതോടെ അവർക്കിടയിലെ തർക്കം കൂടുതൽ രൂക്ഷമാവാൻ ആരംഭിച്ചു. യമാനയോട് മുന്നോട്ടേക്ക് പോകുന്ന വേഗത കുറയ്ക്കാനും എല്ലാത്തിൽ നിന്നും മാറി കുറച്ച് വിശ്രമിക്കാനും അവൾ ഉപദേശിച്ചു. യമാനെ അത് ചെയ്യണമെന്നവൾ ആഗ്രഹിച്ചു. എന്നാൽ യമാനെ അതിനൊന്നും ഒരുക്കമായിരുന്നില്ല. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നമ്മളൊന്നിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയാണ് എന്നായിരുന്നു അവന്റെ മറുപടി. എനിക്കിപ്പോൾ ഇതിവിടെ വെച്ച് നിർത്താൻ കഴിയില്ല എന്നും അവൻ പറഞ്ഞു. അവൻ പൂർണ്ണമായി മാറിക്കഴിഞ്ഞിരുന്നു. വഴക്കിനിടയിൽ നിനക്കിനി സ്വസ്ഥ ജീവിതം നയിക്കാനാണെങ്കിൽ നീ എന്നെ വിവാഹം കഴിച്ച് വീട്ടിൽ തനിച്ചിരിക്കാനും വീട്ടമ്മയാവാനും എനിക്ക് വേണ്ട കാര്യങ്ങൾ നോക്കാനും ദേഷ്യത്തിൽ യമാനെ പറഞ്ഞു. ഹാച്ചിയ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു. യമാന തന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയാൽ അതെങ്ങനെയായിരിക്കുമെന്ന് ഹാച്ചിയ ഒരു കാലത്ത് എണ്ണമറ്റ തവണ സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊരിക്കലും ഇതുപോലൊന്നായിരുന്നേയില്ല. പരസ്പരം നന്മ മാത്രം ആഗ്രഹിച്ചിരുന്നിട്ടും അവരുടെ ബന്ധം അങ്ങനൊരവസ്ഥയിലേക്ക് മാറിപ്പോയി. ഒടുവിൽ അവരുടെ പ്രണയകാലത്തെ തകർത്തത് ഒരു സുഹൃത്തിന്റെ മരണാനന്തര ചടങ്ങായിരുന്നു. ഒരു കാലത്ത് യമാനയുടെ ഏറ്റവും അടുത്ത സഹോദരനും വഴികാട്ടിയുമായിരുന്ന ആ ഒരു സുഹൃത്ത് മദ്യപിച്ച് കുളിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് സ്വന്തം ഫിഷ് ടാങ്കിൽ മുങ്ങി മരിക്കുകയായിരുന്നു. അവന്റെ മരണം യമാനയെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. ആ സുഹൃത്തുമായി പങ്കുവെച്ച എല്ലാ ഓർമ്മകളെക്കുറിച്ചും ഹാച്ചിയോട് സംസാരിച്ച് ആ രാത്രി ചെലവഴിക്കാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ അവൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഹാച്ചിയ ഉറങ്ങാനായി പോയിരുന്നു. അവനെ പിന്തുണയ്ക്കാൻ അവൾക്ക് താല്പര്യമില്ലാതിരുന്നത് കൊണ്ടല്ല, മറിച്ച് ഒരു കാലത്ത് തന്റെ പങ്കാളിയോട് അക്രമാസക്തമായ പ്രവണതകൾ കാണിച്ച് പിന്നീട് പിരിഞ്ഞ അതേ വ്യക്തിയായിരുന്നു യമാനയുടെ ആ സുഹൃത്ത്. യമാനെ ദുഃഖിച്ചതുപോലെ അവനെയോർത്ത് ദുഃഖിക്കാൻ ഹാച്ചിയക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ യമാനെ ആ രാത്രി മുഴുവൻ ഒറ്റയ്ക്ക് പുഴയോരത്തിരുന്ന് തനിച്ചു കരഞ്ഞു.
അടുത്ത ദിവസം രാവിലെ ഹാച്ചിയ യമാനയോട് തുറന്നു സംസാരിക്കാൻ പദ്ധതിയിട്ടു. എന്നാൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചത് അവിടെ വ്യക്തമായി കഴിഞ്ഞിരുന്നു. യമാന സംസാരിക്കുന്നത് കേൾക്കാൻ ഹാച്ചിയ തീരെ താല്പര്യം പ്രകടിപ്പിച്ചില്ല. വേർപിരിയിലെന്ന ചിന്ത അവരുടെ ഹൃദയങ്ങളിൽ അതിനോടകം തന്നെ വേരൂന്നിയിരുന്നു. ഇരുവരും നിശബ്ദമായി അത് മനസ്സിലാക്കുകയും ചെയ്തു. പഴയതുപോലെ കാര്യങ്ങൾ ഒരിക്കലും ഇനി തിരിച്ചുപിടിക്കാൻ കഴിയില്ല. അവർക്കത് ബോധ്യപ്പെട്ടു. ഒരു കാലത്ത് ഒപ്പം നടന്നിരുന്ന രണ്ട് മനുഷ്യരെ ജീവിതം വ്യത്യസ്തമായ പാതകളിലേക്ക് തള്ളിവിട്ടു കഴിഞ്ഞു. അടുത്ത വസന്തകാലത്ത് ഒരു കോമൺ ഫ്രണ്ടിന്റെ വിവാഹം അടുത്തു വന്നിരുന്നു. യമാനയും ഹാച്ചിയയും ഒരുമിച്ചാണ് അതിൽ പങ്കെടുത്തത്. ചടങ്ങിലുടനീളം അവർ പുഞ്ചിരിക്കുകയും ചിരിക്കുകയും ചെയ്തു. എന്നാൽ രണ്ടുപേരും അതിനോടകം തങ്ങളുടെ മനസ്സിൽ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. ആ കോമൺ ഫ്രണ്ടിന്റെ വിവാഹം കഴിഞ്ഞാലുടൻ അവർ ഔദ്യോഗികമായി വേർപിരിയും. ഒരു കാലത്ത് അത്രയധികം പൊരുത്തത്തിലായിരുന്ന രണ്ടു വ്യക്തികൾ ഇപ്പോൾ അവർ പരസ്പരം സംസാരിക്കുന്നു പോലുമില്ല. അത് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അവരുടെ പ്രണയം ഒരു കടന്നുപോകുന്ന മേഘം പോലെ മങ്ങിപ്പോയിരുന്നു. എന്നാൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ എന്തുകൊണ്ടാണ് അവർ ഈ ദിവസം തിരഞ്ഞെടുത്തത്? കാരണം അവരിരുവരും ഒരു പുഞ്ചിരിയോടെ വേർപിരിയാൻ പരസ്പരം യാത്ര പറയാൻ ആഗ്രഹിച്ചു. അന്ന് വൈകുന്നേരം അവർ 4 വർഷം മുമ്പ് ആദ്യമായി രാത്രി വൈകും വരെ സംസാരിച്ചിരുന്ന അതേ റെസ്റ്റോറന്റിലേക്ക് മടങ്ങിയെത്തി. അവിടെ ഇരിക്കുമ്പോ ഒരു സുഹൃത്ത് അവരുടെ ഗ്രൂപ്പ് ചാറ്റിൽ ചില വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചു. അവയിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ അവർ തങ്ങളുടെ പഴയ ചിത്രങ്ങൾ യാദൃച്ഛികമായി കണ്ടു. ആ ചിത്രങ്ങളിൽ അവർ ഉത്കണ്ഠകളില്ലാത്ത മുഖത്ത് യൗവനത്തിന്റെ പുഞ്ചിരിയോടെ പ്രത്യാശ നിറഞ്ഞവരായി കാണപ്പെട്ടിരുന്നു. ഹാച്ചിയ നെടുവീർപ്പിട്ടു. നാം അന്ന് വളരെ സന്തോഷത്തിലായിരുന്നു. അവരിരുവരും തങ്ങളുടെ ഫോണുകൾ താഴെ വെച്ച് പരസ്പരം മുഖാമുഖം നോക്കി. വേർപിരിയലിന്റെ വാക്കുകൾ അവരുടെ ചുണ്ടുകളിൽ തങ്ങി നിന്നെങ്കിലും പുറത്തു വരാൻ വിസമ്മതിച്ചു. ഒടുവിൽ ഹാച്ചിയ ആദ്യം സംസാരിക്കാനുള്ള ധൈര്യം സംഭരിച്ചു. കഴിഞ്ഞ 4 വർഷത്തെ അവന്റെ കരുതലുകൾക്ക് അവൾ യമാനയോട് നന്ദി പറഞ്ഞു. ആ സന്തോഷകരമായ ഓർമ്മകൾ താൻ വിലമതിക്കുമെന്നും അവൾ കൂട്ടിച്ചേർത്തു. എന്നാൽ വീട് മാറുന്നതിനെക്കുറിച്ചും വേറിട്ട് ജീവിക്കുന്നതിനെക്കുറിച്ചുമുള്ള വിഷയം വന്നപ്പോൾ യമാനയ്ക്ക് തന്റെ കണ്ണീർ അടക്കാനായില്ല. തുടർന്നു പോകാൻ ശ്രമിക്കാൻ അവനിപ്പോഴും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഹാച്ചിയ തലകുലുക്കിക്കൊണ്ട് അതിന് വിസമ്മതിച്ചു. പഴയതുപോലെ കാര്യങ്ങൾ തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്നവൾക്കറിയാമായിരുന്നു. ഒരു കാലത്ത് ഒരു പൂച്ചെണ്ട് പോലെ മനോഹരമായിരുന്ന അവരുടെ പ്രണയം ഇപ്പോൾ വാടിപ്പോയിരിക്കുന്നു. വിവാഹം കഴിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് യമാനെ വിശ്വസിച്ചു. പ്രണയത്തിന്റെ ആ തിളക്കം നഷ്ടപ്പെട്ടാലും പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ച് മുന്നോട്ടു പോകാൻ കഴിയുമെന്നായിരുന്നു അവൻ കരുതിയത്. അവൻ ഹാച്ചിയോട് പറഞ്ഞു, എല്ലാ വിവാഹിതരായ ദമ്പതികളും ഇങ്ങനൊക്കെ തന്നെയല്ലേ? ആരും എപ്പോഴും ഭ്രാന്തമായി പ്രണയിച്ചുകൊണ്ടിരിക്കുന്നുമില്ല. താൻ ഒരു കാലത്ത് ജീവിതം പങ്കിടാൻ സ്വപ്നം കണ്ടിരുന്ന മനുഷ്യനെ ആ നിമിഷം ഹാച്ചിയ ഒന്ന് നോക്കി. താൻ പ്രണയിച്ചിരുന്ന, ഉള്ളിൽ പ്രണയം സൂക്ഷിച്ചിരുന്ന ആ പഴയ പയ്യൻ അവനിൽ ഇല്ലാതായി കഴിഞ്ഞുവെന്ന് അവൾ മനസ്സിലാക്കി. അടുത്തുള്ളൊരു മേശയിൽ ആ സമയം 2 യുവമിഥുനങ്ങൾ വന്നിരുന്നു. ഒരു കാലത്ത് യമാനെയും ഹാച്ചിയെയും ആദ്യമായി കണ്ടുമുട്ടിയ അതേയിടത്ത് ആ യുവ ദമ്പതികൾ തങ്ങളുടെ പ്രിയപ്പെട്ട സംഗീതത്തെക്കുറിച്ചും മാങ്കയെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി. തങ്ങളുടെ ദൈനംദിന ജീവിതം രേഖപ്പെടുത്തുന്ന ഡയറി ബുക്കുകൾ നാണത്തോടെ അവർ പരസ്പരം കൈമാറി. വർഷങ്ങൾക്ക് മുമ്പ് യമാനെയും ഹാച്ചിയെയും ചെയ്തതുപോലെ അവർ ഓരോന്നും ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ നോക്കിക്കണ്ടതും തങ്ങളുടെ ഭൂതകാലങ്ങൾ തന്നെ നോക്കിക്കാണുന്നത് പോലെ അവരിരുവർക്കും തോന്നി. അവർ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയിരുന്നു. എന്നാൽ ഒടുവിൽ അവർക്ക് ആ അവസാന തടസ്സം മറികടക്കാൻ സാധിച്ചതേയില്ല. ഒടുവിൽ ആദ്യമായി അവർ ചുംബിച്ച് കൈകൾ കോർത്തുപിടിച്ച് ആ ക്രോസ് വോക്കിലേക്ക് അവർ വന്നെത്തി. പരസ്പരം കെട്ടിപ്പിടിച്ച് കണ്ണീരോടെ ഇരുവരും യാത്ര പറഞ്ഞു. ഒരുപക്ഷെ അവരിരുവരും പറഞ്ഞതുപോലെ പശ്ചാത്താപം ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രണയമെന്നത് ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഏറ്റവും മികച്ച ഒന്നാണ്. പിന്നീട് ഒരു വർഷത്തിനു ശേഷം അപ്പോഴേക്കും അവർ രണ്ടുപേരും പുതിയ ജീവിതങ്ങളിലേക്ക് കടന്നിരുന്നു. അവർക്ക് പുതിയ പങ്കാളികളുമുണ്ടായിരുന്നു. പ്രണയം അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ എത്ര പേർക്ക് ഇത്രയും മനോഹരമായി ദൃഢമായി യാത്ര പറയാൻ കഴിഞ്ഞേക്കും? യമാനയുടെയും ഹാച്ചിയുടെയും കഥ അവിടെ അവസാനിക്കുകയാണ്. പ്രണയമെന്നത് പദവി കൊണ്ടോ പണം കൊണ്ടോ അല്ലെങ്കിൽ ജീവിതം കൊണ്ടോ പോലും നിർവചിക്കപ്പെടുന്ന ഒന്നല്ല. ഓരോ മനുഷ്യരും പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിണാമം ജീവിതത്തിലും പ്രണയത്തിലും മാറ്റങ്ങൾ വരുത്തുന്നു.
ഈ മാറ്റങ്ങൾക്കൊക്കെ ഇടയിലും അവർ പരിണമിച്ചുണ്ടായ ആ പുതിയ വ്യക്തിത്വത്തെ നമുക്ക് പ്രണയിക്കാൻ കഴിയുമെങ്കിൽ അത് എല്ലാറ്റിനേക്കാളും മനോഹരമായ ഒരു അത്ഭുതമായിരിക്കും. തിരിച്ചറിവുകളാണ് പ്രണയത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഒത്തുപോകാൻ കഴിയില്ലെങ്കിൽ വേർപിരിയുക എന്നത് തന്നെയാണ് ഏറ്റവും മഹത്തരം, ഏറ്റവും മനോഹരവും. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.